ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ ചെറുപ്പം മുതൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാകും. അത് നമുക്ക് പ്രകടിപ്പിക്കാൻ ഒരു വേദി കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ കഴിവുകളാണ്. എന്റെ കഴിവുകൾ ഒരു താലന്തുള്ളവൻ 2 താലന്തായിട്ട് കൊണ്ടുപോകുക, 2 താലന്തുള്ളവൻ 4 താലന്തായിട്ട് വർദ്ധിപ്പിക്കുക എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി. എല്ലാവർക്കും പല പല കഴിവുകളുണ്ട്. ചിലർക്ക് പാട്ട് പാടാൻ, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ, ചിലർക്ക് വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ, ചിലർക്ക് എന്താണ് പ്രസംഗിക്കാൻ, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കഴിവുകളൊക്കെ വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കലയുടെ ഒരു ദൈവിക ഭാവമാണ്, ഒരു ആരാധനയും കൂടിയാണ്. അപ്പൊ ദൈവം നമുക്ക് തന്ന കഴിവുകളൊക്കെ ഉപയോഗിച്ച് അത് മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ഒരുപാട് ആളുകൾക്ക് തങ്ങളുടെ വീടുകളിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് അവരുടെ നല്ല കാലത്ത് ഇതൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രകടിപ്പിച്ച സമയത്ത് വേണ്ട വിധത്തിൽ അതിനുള്ള ഒരു പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ട് പകുതി വെച്ച് നിന്ന് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇതിനൊരു പ്രായവും കഴിഞ്ഞ് ഇനി വീണ്ടും ഇതൊക്കെ ചെയ്യണമോ എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ടും തോന്നലൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കഴിവുകളുണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ എപ്പോഴാണെങ്കിലും പ്രകടിപ്പിക്കാം. അതിന് ആരോടും ടാക്സ് അടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളപ്പോൾ കിട്ടുന്ന അവസരമൊക്കെ നല്ല നല്ല കഴിവുകൾ ഉപയോഗിച്ച് അത് ദൈവത്തെ ചെയ്യേണ്ട ഒരു കാര്യം കൂടെയാണ്. എപ്പോഴും നമുക്ക് ജീവിതത്തിന്റെ ഗൗരവത്തിൽ തന്നെ ജീവിക്കണം എന്നൊന്നുമില്ല. കുറച്ച് സമയത്തും റിലാക്സ് ചെയ്യാനും ടെൻഷൻ ഫ്രീ ആക്കാനും ഇത്തരം കഴിവുകൾ നല്ലതാണ്. ഇതൊരു മനുഷ്യന് കൂടുതൽ എനർജിയും പോസിറ്റീവ് എനർജിയും കൂടുതൽ നന്മയും വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു കഴിവിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. അങ്ങനെ ഒരു ശനിയാഴ്ച ഒരു ദിവസത്തേക്കുള്ള മീൻ വാങ്ങുവാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയാണ്. വൈകുന്നേരം, ഒരു ശനിയാഴ്ച വൈകുന്നേരം ഷർട്ടിൽ പൈസ ഉണ്ടായിരുന്നു. ആ ഷർട്ട് എടുത്ത് ഞാനെടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. പോയപ്പോൾ ഈ മീൻ ചന്തയുടെ ഫ്രണ്ടിലെത്തി. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു തുരങ്കം പോലത്തെ ഒരു എൻട്രൻസ് ആണ്. എന്നിട്ടാണ് ഉള്ളിലാണ് മീൻ ചന്ത. അപ്പൊ ഈ തുരങ്കത്തിന്റെ ഉള്ളിലൂടെ ഞാൻ പതുക്കെ പതുക്കെ കാൽ സ്റ്റെപ്പ് വെച്ച് അകത്തേക്ക് വരുന്നു. ഏകദേശം ഫ്രണ്ടിൽ അതിന്റെ അകത്തേക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ മുന്നിലോട്ട് വെച്ചപ്പോൾ തന്നെ അകത്തുനിന്ന് ഒരു ശബ്ദം, വലിയൊരു കലവില ശബ്ദം. ഞാൻ പേടിച്ചു. ഇതെന്താണ്? എന്തോ ഒരു അത്യാവശ്യം ഒരു പ്രശ്നം എന്തോ സംഭവിക്കാൻ പോകണ്ടല്ലോ എന്ന് ഞാൻ പേടിച്ചുറച്ചു. വീണ്ടും അകത്തോട്ട് ഞാൻ സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് ഊർജ്ജസ്വലതയോടെ ധീരതയോടെ എന്താ മമ്മൂട്ടിനൊക്കെ ഒരു മനസ്സിൽ ധ്യാനിച്ചിട്ട് ഞങ്ങൾ കാലം എടുത്ത് സ്റ്റെപ്പ് ഔട്ടിട്ട് വെച്ചപ്പോഴും അപ്പൊ ഈ ബാബാ എന്നുള്ള വിളി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാ മീൻകാരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ബാബാ. കുറച്ചുകൂടി ഞങ്ങൾ സൂക്ഷ്മമായിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ബായിയാ. ഇടയ്ക്ക് എന്നെ കണ്ടിട്ട് ഇമാർക്കൊക്കെ ബായിയാ തോന്നണം. വെള്ളം മലയാളി ചെറ്റാളെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനകത്ത് ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു വലതുവശത്തുനിന്ന് ഒരു വിളി, ചേട്ടാ ഇതാവോ, ചേട്ടാ ഇവിടെ വാ, ചേട്ടാ ഇവിടെ വാ, ചേട്ടാ ഇങ്ങോട്ട് വാ. ഓ, ഒരുത്തിനെങ്കിലും എന്നെ മനസ്സിലായില്ല മലയാളിയാണ്. ഞാൻ അവന്റെ അടുത്ത് ചെന്നപ്പോഴാണ് അവിടെ ഈനി കുക്ക പാൻപരാഗ് ഇങ്ങനെ സകല വൃത്തിയാട്ടമാണ് ഉള്ളൊരു സ്ഥലം. അവനാണെങ്കിൽ വിളിച്ചത് നല്ല 1.5 ബംഗാളിയായിരുന്നു. അവനാണെങ്കിൽ മുഖത്ത് നോക്കിയിട്ട്, ചേട്ടാ ഇവിടെ ചവളയുണ്ട്, അയലയുണ്ട്, പിലോപ്പിയുണ്ട്, കരിമീനുണ്ട്, കൊഞ്ചുണ്ട്. ഏറ്റവും അവസാനത്തെ മീൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടെ നത്തോലി വരുന്നുണ്ട് ചേട്ടാ പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കുണ്ട് പിടിവള്ളി വെട്ടി. എത്രണ്ട് അതിനൊക്കെ എത്ര വില? പാടാ എന്താണ് അതിന്റെ വില? 350, 450. അത്രയുള്ള എന്താണ്? അപ്പോഴാണ് ഞാൻ എന്റെ പോക്കറ്റിലെ നോട്ട് ഇങ്ങനെ സലീം കുമാർ ദിലീപിന്റെ പോക്കറ്റിലേക്ക് ഊതി നോക്കണം. ഞാൻ പോക്കറ്റിലേക്ക് ഊതി നോക്കി. അപ്പോഴാണ് കണ്ടത് ഒരു 5 പിടക്കുന്ന നോട്ടുകൾ. എന്തായിരുന്നു ഈ 5 പിടക്കുന്ന നോട്ടുകൾ? മീൻസ് 5ഉം 10ന്റെ നോട്ടുകളാണ്. ആ 80 രൂപയായിട്ടാണ് 80 രൂപയായിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവന്റെ മുമ്പിൽ എന്താണെന്ന് വെച്ച്, അതെ ഇല്ല ഏറ്റവും വില പറഞ്ഞ വീണ്ടാന്ന് വെച്ചപ്പോ സാറിലാണ് ചേട്ടാ. അപ്പൊ മതി 5 മതി. അങ്ങനെ ഞാൻ 5 പറഞ്ഞത്. 5 കിലോ സാൾ എടുക്കട്ടെ? 5 കിലോ 5 കിലോ ഒന്നും വേണ്ട. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ടൂർ പോയേക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കുക്കിയാന്ന് പറയാം, ഞാൻ മാത്രമേ ഉള്ളൂ. തൽക്കാലം ഒരു 50 രൂപ എടുത്താൽ മതി എന്ന് പറഞ്ഞു.
അപ്പൊ എന്നിട്ട് ഞാൻ വീട്ടിലെ കാര്യം ഞായറാഴ്ചയായിട്ട് ഒരു ചാള, അതും ഈ ചെറുപേരിൽ അത്രയുള്ള ചാള 4 കഷ്ണങ്ങളായിട്ട് കട്ടേണ്ടി വരുമല്ലോ, അതും കഴിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ ആലോചിച്ചായിട്ട് ശ്രമിച്ച് അവിടെ നിന്ന് നൈസായിട്ട് ചാളയും മേടിച്ച് എസ്കേപ്പ് ആയി കഴിയുമ്പോഴാണ് എന്റെ കൂടെ കുറെ പൂച്ചകൾ എന്റെ പുറകെ ഈ ഇന്ത്യക്ക് കാര്യം നോക്കുന്നത്. ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോഴേ ഒരു നമ്മുടെ ഇടവകയിലെ പള്ളിയിൽ അച്ഛൻ എതിർദിശയിലേക്ക് നടന്നൊരു അപ്പൊ അച്ഛൻ എന്താടാ നിന്നെ ഇപ്പൊ പള്ളിയിലൊന്നും കാണാറില്ലതാടാ. അപ്പൊ അച്ഛൻ ഞാൻ എല്ലാ ദിവസവും വരും, ഇതുപോലും ഞാൻ വന്നതല്ലേ അച്ഛനെ ഞാൻ കണ്ടല്ലോ അങ്ങനെ. എന്നിട്ട് ഞാൻ അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ നിന്നെ പള്ളി നോക്കിയിട്ട് കാണാറില്ല, നീ എവിടെ ഇരിക്കുന്നു ചേട്ടാ? അവിടെ അച്ഛാ എന്റെ ഒരു വണ്ണമുള്ള ചേട്ടല്ലേ പള്ളി, ഇപ്പൊ വണ്ണമുള്ള ചേട്ടൻ. ആ എല്ലാ ഇടവയിലും ഒരു വണ്ണമുള്ള ചേട്ടനുണ്ടോ? അപ്പൊ ആ ചേട്ടൻ ആ ചേട്ടന്റെ തൊട്ട് പുറകിൽ ഞാൻ എല്ലാ ദിവസം ഇരിക്കുന്നത്. അപ്പൊ അച്ഛൻ കണ്ടില്ലായിരുന്നു. അതാണ് അതുകൊണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അതുകൊണ്ടായിരുന്നു. അതും ശരി ശരി ശരി. എന്നാ പിന്നെ നിന്നെ ചിത്തേരിൽ ഞാൻ കണ്ടില്ലടാ. അച്ഛനെന്താ ഞാൻ ചിത്തേരി പടമായിട്ട് ഇരിക്കാനാണ് അച്ഛൻ താല്പര്യം? അതല്ലടാ, മരിച്ച വിശ്വാസികളുടെ ദിവസമായിട്ട് നിങ്ങൾ ചിത്തേരി കാണണ്ടേ? ചിത്തേരി എല്ലാവരും വന്നപ്പോൾ ഇങ്ങനെ അത് ഞാൻ തിരി മേടിക്കാൻ വേണ്ടി പുറത്തു വിട്ടില്ലായിരുന്നു അന്നേരം, അതാണ് അച്ഛനെ കാണാൻ. അങ്ങോട്ടാ. ഇപ്പോഴത്തെ പിള്ളേർ നോക്കില്ലല്ലോടാ. അല്ല ആ വളവിൽ നിൽക്കണ പിള്ളേർന്ന് അവിടെ നിന്നില്ല. അതാണ് ആ വളവിന്റെ കാര്യം നിങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ വളവ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ സഞ്ചരിക്കുന്ന റോഡ് മറ്റു റോഡുകളെല്ലാം അപ്പുറം പുല്ല് ഇതൊക്കെ പിടിച്ചതാണ്. പക്ഷെ ഈ വളവിലുള്ള റോഡ് മാത്രം നീറ്റ് ആൻഡ് ക്ലീൻ. കാരണം ആ വളവിന്റെ ആ ഭാഗത്തൊരു ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലം പോലത്തെ ഒരു ഏരിയയാണ്, ആരും കാണത്തില്ലെങ്കിൽ. അപ്പൊ അവിടെ പിള്ളേര് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇങ്ങനെ കൂടം കൂട്ടിന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് വരുന്ന ഒരു ഏരിയയാണ്. അപ്പൊ ഈ അച്ഛൻ എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ ഈവനിങ് വാക്കിന് എത്തുമ്പോൾ നേരെ ആ വളവിന്റെ അവിടെ നിൽക്കും. അപ്പോഴേക്കും അച്ഛനെ കണ്ടാലും ചെറുത്തം കുറിച്ച് കണ്ടാൽ പിള്ളേർ തൊണ്ണൂറിലങ്ങ് പിടിപ്പിക്കും. അങ്ങനെ പിടിപ്പിച്ച് ആ വഴിയിൽ ഒരു പുല്ല് പോലും കിട്ടുന്നില്ല. അത് തൊഴിൽപ്പെണ്ണുങ്ങളില്ല, ആ പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ലാത്ത ഒരു റോഡാണത്. അവിടെ ഒരു പുല്ലില്ല മാത്രമല്ല പൊടി പോലില്ല. കാരണം വരെ ഓടുമ്പോൾ മുണ്ടിന്റെ കൂടെ പൊടിയും വലിച്ചുണ്ടാ പോകുന്നത്. അപ്പൊ ആ റോഡ് കാണുമ്പോൾ മറ്റു ആളുകൾക്ക് ഭയങ്കര അസൂയ. റോഡ് അച്ഛനാണ് റോഡ് ക്ലീൻ ആക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർക്ക് ഒരു പേടിയുണ്ട്. കാരണം അച്ഛന്മാരെ വല്ല കിഡ്നാപ്പിംഗ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളൊരു പേടിയാണ്. കാരണം ഒരുപാട് അച്ഛന്മാര് നല്ല നീറ്റാക്കി ഇമാരൊക്കെ കൊണ്ടോടിച്ച് ഇതാക്കി അവിടെ ഒരു ഹൈവേയുടെ പണി കിടക്കുന്നതാണ്. ഹൈവേ പണി കിടക്കുന്നുണ്ട്, കേരളയിൽ ഹൈവേയുടെ പണി കിടക്കുന്നത്, മെട്രോ വന്നിട്ട് പിന്നെ ഭാവിയിൽ അങ്ങനെ കേരളയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ അച്ഛന്മാർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പിള്ളേരായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ദിശാബോധം ഇല്ലാത്തതുകൊണ്ട് ഏത് വഴി ഓടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ ഇങ്ങനെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടക, തമിഴ്നാട്, ആന്ധ്രയിലോട്ടൊക്കെ ഓടിപ്പിടിപ്പിച്ച് അങ്ങോട്ടേക്കൊക്കെ ഹൈവേ വരേണ്ടി വരും. കാരണം അച്ഛന്റെ രീതി അനുസരിച്ച് നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളൊരു രീതി ആയതുകൊണ്ട് പിള്ളേർ അതേപോലെ കാണിക്കാൻ കുടുംബന്മാരും അതേപോലെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇവന്മാരെല്ലാം കവർ ചെയ്തിട്ട് ഇത് അച്ഛനെ ബാക്കിയുള്ളവന്മാരെയൊക്കെ കവർ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ആലോചിച്ച് നല്ല ഒരു മീൻകറി ഉണ്ടായിരുന്നു. മീൻകറിയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഒരു മാങ്ങ ഇട്ട മീൻകറി ഉണ്ടാക്കുന്നതെന്നല്ലേ. ഇപ്പൊ മാങ്ങ മേടിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന കയ്യിൽ പൈസ ഇല്ല, 50 രൂപ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തരുന്നത്. അപ്പൊ നോക്കണം അപ്പുറത്തെ വീട്ടിലെ മാവിലി നല്ല മാങ്ങ, പച്ച മാങ്ങയുണ്ട്. നേരെ അങ്ങോട്ട് പോയി ഇതുപോയി ഇതിനെങ്ങനെ പറിച്ചെടുക്കും എന്നുള്ളൊരു ആശയത്തോടെ നിൽക്കുമ്പോൾ അപ്പുറത്തിൽ എന്താടാ മാവിലോട്ടൊക്കെ നോക്കിക്കുന്നുള്ള രീതിയിൽ ചോദിക്കാൻ വന്നതെന്ന് ഞാൻ കരുതി. പക്ഷെ ആ ചേട്ടൻ നോക്കിയുമ്പോൾ ഞാനെന്താണ് മാങ്ങ നോക്കിക്കുന്നത്. പക്ഷെ ആ ചേട്ടന്റെ ലുക്കിൽ എന്താ ഒരു പപ്പായ ഉണ്ട്. അതിന്മേലോട്ടാണ് ഞാൻ നോക്കുന്നതെന്നാണ് പുള്ളിയുടെ വിചാരം. അപ്പൊ പുള്ളിയാണ് ഈ ഒരു സൗഹൃദത്തോടെ അതെന്താ തൊട്ടിയെല്ലാം വേണം. ഒരു തൊട്ടിയുണ്ടെങ്കിൽ 2 കിട്ടിയാൽ നല്ലതാണ്. ഇന്ന് 2 നോക്കേണ്ടത് പുള്ളി ഒരു തൊട്ടിയായിട്ട് വന്നു. അങ്ങനെ തൊട്ടെടുത്തിട്ട് കുത്താൻ പോയപ്പോഴേക്കും ചേട്ടൻ എന്നെ നോക്കിയൊരു ഡയലോഗ് പറഞ്ഞു. അതും ഒരു രജനീകാന്ത് ഡയലോഗ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ നീ പേര് മാണിക്യം, എനിക്ക് ഇന്നൊന്ന് പേര് വെക്ക് എന്ന ഡയലോഗാണ് പുള്ളി പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതല്ല, ആണ്ടവൻ സോൾറൻ അരുണാചലം മെഡിക്കൽ ആ ഡയലോഗായിരിക്കും പുള്ളി പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതുമല്ല. ഞാൻ ഒരു തടവ് சொன்னால் 100 തടവ് சொன்ன മാതിരി എന്ന ഡയലോഗായിരിക്കും പുള്ളി പറഞ്ഞത് എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്. പക്ഷെ അതുമല്ല, പുള്ളി അങ്ങനെ ലേറ്റസ്റ്റ് രജനീകാന്തിന്റെ ഡയലോഗാണ് പറഞ്ഞത്. മോനെ കുറി വെച്ച വര വീഴണം,